ഇറ്റ്സ് മീ കാർത്തി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലുക്ക് ബാക്ക് വീഡിയോ ആണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് കടന്നു പോയത്, ഇനി നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ലുക്കിംഗ് ഫോർവേഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് പെട്ടെന്നൊന്ന് കുഞ്ഞു വീഡിയോയിലൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ലുക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം യൂട്യൂബിൽ നിന്ന് വരാം, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാർത്തി വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് 2018 അതിനുശേഷം എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2019 ഒക്ടോബർ 2 ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എടുത്തു ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. 2018 എന്ന് പറയുമ്പോൾ ഞാൻ BBAക്ക് ജോയിൻ ചെയ്ത ടൈമാണ്. അപ്പോഴത്തെ എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്റ്റൻ്റായിട്ടായിരുന്നു BBA എടുത്തത്. അപ്പോൾ BBA ഓൺലൈൻ അല്ലേ, ക്ലാസ് അല്ലേ, അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, യൂട്യൂബ് അടിപൊളിയായിട്ട് നമുക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിച്ച കൂട്ടൊന്നുമല്ല BBA പഠിത്തം എന്ന് പറയുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ വലിയ പഠിപ്പിയാണോ നിങ്ങൾ വിചാരിക്കും, അത്ര പഠിപ്പൊന്നും അല്ല ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ത്വരയാണ് ഗൈസ്, അല്ലേ. എനിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം എനിക്ക് മടിയാണ്. എൻ്റെ കൂടപ്പിറപ്പാണ് ലേസിനെസ് എന്ന് പറയുന്നത്. എന്തൊരു കാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ അതിലൊരു എഫേർട്ട് ഇട്ട് അതിന് റിസൾട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര എൻ്റെ 100%, 110, 120 എനിക്ക് എൻ്റെ എഫേർട്ടിന് അപ്പുറത്തേക്ക് എനിക്ക് ഇടാനൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടി ആ ഒരു ഫീലിൽ ഞാൻ എത്തണം. ആ ഒരു നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ എൻ്റെ 100% എടുത്ത് കയറിപ്പോവും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ബട്ട് വൈ യൂട്യൂബ് ഇങ്ങനെ ആയിപ്പോയിരുന്നു. അതിന് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുക്കിങ് ഭയങ്കര ക്രേസാണ്. അന്ന് യൂട്യൂബേഴ്സൊക്കെ ഭയങ്കര കുറവാണ് 2018, 2019 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്നാലും ഇങ്ങനെ പുതിയ ചൈനീസ്, ജാപ്പനീസ്, തെരിയാക്കി ചിക്കൻ, അങ്ങനെ പല പിന്നെ നോർത്ത് ഇന്ത്യൻ, അതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യൂസീൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുക്ക് ചെയ്യുക, വാവച്ചയ്ക്ക് കൊടുക്കുക. അവനായിരുന്നു എൻ്റെ ഗിനിപിഗ്. എൻ്റെ എല്ലാം ടേസ്റ്റ് ചെയ്തത് അവനാണ് എൻ്റെ പരീക്ഷണ വസ്തു. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യൂസീൻസ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ നാളെ എന്തോ തക്കം ഉണ്ടാക്കുന്ന മറ്റൊന്ന്, നാളെ എന്തോ അവനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കും കുറച്ച് ഇതാണല്ലേ, ഓക്കെ നമുക്ക് ഇന്നത് ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് ഇതൊക്കെ വന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് കുക്കിംഗ് ഇങ്ങനെയൊക്കെ എൻ്റെ തലയ്ക്ക് പിടിച്ച് കുക്കിങ്ങിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോസ് ചെയ്യുക, മീഡിയ, നമുക്ക് പ്രസൻറ്റേഷൻ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എന്നെ പൊക്കി പറയുന്നത് വിചാരിക്കുന്നത് ഗൈസ്, നമ്മൾ പണ്ടത്തെ കലാതിലകമൊന്നും പറയുന്നില്ല, മോണോ ആക്ട്, മിമിക്രി, അങ്ങനെ ആ ഒരു സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം നമുക്കുള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും. നമ്മളെ മറ്റുള്ളവർ കണ്ടിങ്ങനെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. ഞാൻ ഉണ്ടാക്കി ഇടിയപ്പം മുട്ടക്കറി, ഇപ്പോഴും കിടപ്പുണ്ട്, നിങ്ങൾ പോയി കണ്ടു നോക്ക്. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 or 2 days, മാക്സിമം 2 days, അതിനുള്ളിൽ തന്നെ അതിൻ്റെ വ്യൂസ് 25K ആയി. നമ്മൾ ഒരു വ്യൂസിൻ്റെ വാല്യൂ എന്താണെന്ന് നന്നായിട്ട് അറിയാം. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് ഇത്ര പേര് കണ്ടു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, ഒരു കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അത് വേറെയാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ കൊള്ളാം, ഇനിയും ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തോ ഒരു ബ്രേക്കോ കാര്യം അതിൻ്റെ ഇടയ്ക്ക് എന്തോ വന്ന് 1 week കഴിഞ്ഞിട്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് എൻ്റെ മത്തി ബിരിയാണിയുടെ റെസിപ്പി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ബിരിയാണി ആയിരുന്നു. ആ ഒരൊറ്റ ടൈമിൽ ഞാൻ മത്തി ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഒന്ന് ഉണ്ടാക്കണം ഗൈസ്. അപ്പം അത് അടിപൊളിയായിരുന്നു. പക്ഷേ 1 week കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 1K വ്യൂസ് എന്തോ അന്ന് കയറി. അതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് വ്യൂ എന്ന് പറയുന്നത് 1.7K ആണ്. അപ്പോൾ അന്നെന്തോ 1K വ്യൂസ് കയറി. പിന്നെ അങ്ങോട്ട് പിന്നെ നമുക്ക് അതാണെന്നേ ഫസ്റ്റ് 25K കിട്ടിയിട്ട് പിന്നെ 1K കിട്ടിക്കഴിഞ്ഞപ്പോൾ പോരാ, പിന്നെ മാനസികമായിട്ട് ഇതായി.
പിന്നെ ഗ്യാപ്പ് വരാൻ തുടങ്ങി വീഡിയോസിൽ. 1 വീക്ക് കഴിഞ്ഞ് 2 വീക്ക് കഴിഞ്ഞ് വീഡിയോ, അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത്. അപ്പോഴും നമുക്ക് എഡിറ്റിംഗ് ഒന്നും അത്ര ഒരു എങ്ങനെ ആ ഒരു സംഭവം എനിക്ക് അങ്ങോട്ട് അത്ര ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വിരൽ തുമ്പിൽ ഇങ്ങനെ പറക്കുന്ന സംഗതിയൊന്നും അല്ല. നല്ല എഫേർട്ട് വേണം, നല്ല ടൈം വേണം, നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാനിരുന്ന എഫേർട്ടൊക്കെ ഭയങ്കര. നമ്മൾ ഈ കാണുന്ന ഒരു ഇതൊന്നും അല്ല. അപ്പം എനിക്ക് വ്യൂസ് കുറയാൻ തുടങ്ങി. ഇപ്പം എൻ്റെ ഇൻട്രസ്റ്റും ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി. പിന്നെ വ്യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. 100 വ്യൂസ് 80 വ്യൂസൊക്കെ ആയിട്ട് മാറിയപ്പോൾ അന്ന് ഷോർട്ട് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, ലോങ് വീഡിയോസ് അല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് വരുന്നത് 2022-ലാണ്. 2022-ലാണ് ഞാൻ നന്നായിട്ട് വീഡിയോസ് ഇട്ട് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ വന്നു. പിന്നെ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. പതിയെ എന്തോ ഒരു ബ്രേക്ക് വന്നു. ഈ ബ്രേക്ക് വരാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഡിസ്റ്റൻ്റായിട്ടാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എക്സാം ടൈം വരുമ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് വന്ന് പോകും. അങ്ങനെ ഞാൻ BBA കഴിഞ്ഞു, MBAക്ക് ജോയിൻ ചെയ്തു, MBA കഴിഞ്ഞു. ഇപ്പോഴും യൂട്യൂബ് ചാനൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇട്ടു. ഇപ്പം അടുത്തിടെയായിട്ട് ഞാൻ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തോ ഒരു ബ്രേക്ക് വന്നു. അങ്ങനെ അതായിരുന്നു എൻ്റെ യൂട്യൂബ് ജേർണി. ഇവിടെ നിന്ന് 25Kയിൽ നിന്ന് വ്യൂസിൽ നിന്ന് ലോങ് വീഡിയോയ്ക്ക് 25K വ്യൂസിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി താഴെ വന്നു. ഇപ്പോൾ എവിടേക്കോ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ഒരു 3K 2K ഒക്കെ കയറും. പിന്നെ താഴെപ്പോൾ ആ ഒരു കൈൻഡിലാണ് എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ലുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ യൂട്യൂബ് ജേർണി. നമുക്ക് മെയിനായിട്ട് നമുക്ക് ലുക്ക് ബാക്കിലോട്ട് പോകേണ്ടത് 2023-ലാണ്. എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. 2023-ൽ നടന്ന ഹാപ്പിയസ്റ്റ് ഹാപ്പനിങ്സ് എന്ന് പറയുന്നത് ഐ ഗോട്ട് എൻഗേജ് ടു ദ ലവ് ഓഫ് മൈ ലൈഫ്. അങ്ങനെ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അത് ഭയങ്കര എന്താണ് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്കിപ്പം ഈ ജാനുവരി 20th എനിക്ക് 25 ഇയേഴ്സ് ആട്ടോ. അപ്പോൾ എൻ്റെ ഈ 25 ഇയേഴ്സ് ആകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ദ ബെസ്റ്റ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ ഐ വുഡ് ഹാവ് സേ ഇറ്റ്സ് മൈ എൻഗേജ്മെൻറ്റ്. കാരണം എൻ്റെ ലൈഫിൽ അത്രയധികം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഫ്രം എ യങ്ങർ ഏജ്, ഒരു ടീനേജ് ടൈം തൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, നമ്മുടെ ലൈഫിൽ സിറ്റുവേഷൻസ് കൊണ്ടാണ്. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഐ വെൻറ്റ് ഇൻ ടു ഡിപ്രഷൻ. അപ്പം ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമുക്കത് ഡിപ്രഷനാണെന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു സംഭവമൊന്നും ഇല്ല. പക്ഷെ ഇപ്പം നമ്മൾ അത് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഐ വാസ് ഇൻ ഡിപ്രഷൻ, ഐ ആം ഇൻ ഡിപ്രഷൻ എന്നുള്ളത്. പിന്നെ അതൊക്കെ റിക്കവറായി വന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ട് ട്രിഗർ ആകാറുണ്ട്. ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒരുപാട് സ്ട്രഗ്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു കറൻറ്റ് സിനാരിയോ എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റേബിളായിട്ട് പോകുന്നു. അപ്പം നമ്മൾ പറഞ്ഞതിൽ നിന്ന് പോയി എൻഗേജ്മെൻ്റ് ആയിരുന്നു എൻ്റെ ഹാപ്പിയസ്റ്റ് ഹാപ്പനിങ് 2023-ൽ. അത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുമുമ്പ് നമ്മൾ ക്ലൗഡ് കിച്ചണൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് കുറേ ഫണ്ട് ചെയ്തതായിരുന്നു. രസം കോവിഡ് ടൈമിലൊക്കെ. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സീരിയസ്ലി ഐ വാണ്ട് ടു ഡു ബിസിനസ്. എനിക്ക് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊരു തോട്ടിൽ ഞാനൊരു കോസ്മെറ്റിക് ബ്രാൻഡ് തുടങ്ങിയിരുന്നു. ആദ്യത്തെ ഒരു 2-3 പക്ഷേ നല്ല ബൂമായിട്ട് പോയി 2-3 മന്ത്സ്. പക്ഷേ ഞാനത് സ്റ്റാർട്ട് ചെയ്തത് റോങ് ടൈമിലാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം എൻ്റെ MBA എക്സാമിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ എക്സാം വന്നു. അങ്ങനെ ഡിലേ, അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വന്നു. അതങ്ങനെ പോയി. ഇടയ്ക്ക് കുറച്ച് ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അല്ലാതെ അതിൽ നിന്നും അത്ര അങ്ങനെ ഇതൊന്നും പറയാനില്ല. അങ്ങനെ അപ്പം ബ്രാൻഡ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചെറിയ ഓർഡേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാറുണ്ട്. ആമസോണിലൊക്കെ നമുക്ക് സെയിൽസ് ഉള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഓർഡേഴ്സൊക്കെ വരാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേ അല്ല. ഞാൻ ഫാൻ ഇട്ടിട്ടില്ല കേസ്, എനിക്ക് നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. ഇപ്പോൾ സമയം പാതിരാത്രി 2 മണിയാട്ടോ. അപ്പം എനിക്ക് പാതിരാത്രി ആകുമ്പോഴാണ് എൻ്റെ ചിന്താശകലങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ
എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ലോസ് ഉണ്ടായി. അത് ആരും ബിസിനസ് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ, അല്ലാതെ കുറച്ച് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി. അത് ഞാനിപ്പോൾ ഇങ്ങനെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതായിരുന്നു 2023 എൻ്റെ ഒരു ബാഡ് ഇവൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർവൈസ് ഒരു 100%-ൽ ഒരു 90% എനിക്ക് എൻ്റെ വർഷമായിരുന്നു 2023. അപ്പം ഇതൊന്നും അല്ല, എനിക്ക് ഒരുപാട് ലുക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഈ മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് വൈസ് ഇങ്ങനെ പറഞ്ഞു പോകണം. ഇനി 2024-ൽ ഞാൻ ലുക്കിംഗ് ഫോർവേഡ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത് എൻ്റെ മാരേജാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ 2024-ൽ എൻ്റെ മാരേജ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് എൻ്റെ ലുക്കിംഗ് ഫോർവേഡ്. പിന്നെ ലുക്കിംഗ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ കല്യാണം തന്നെ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗൈസ്. ഇപ്പം ഞാൻ സ്റ്റേബിളാണ്, അത്യാവശ്യം ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ എനിക്കൊരു സ്റ്റേബിൾ ഇൻകം കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യലി ഓക്കെ സ്റ്റേബിൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഐ ജസ്റ്റ് വാണ്ട് ടു ഫോക്കസ് ഓൺ മൈ പാഷൻ. എനിക്ക് എൻ്റെ പാഷനാണ് യൂട്യൂബിങ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യൂട്യൂബ് വീഡിയോ ചെയ്യുക, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് വാണ്ട് ടു പ്രസൻറ്റ്. നമുക്കിങ്ങനെ വന്നിരുന്ന ഹാവ് ഗൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതായിട്ട് അതെൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ സംഗതികൾ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യണം എന്നുണ്ട്. പിന്നെ നമ്മൾ പാതി വഴിയിൽ ഇങ്ങനെ ഇപ്പം പോസായിട്ട് നിൽക്കുന്ന നമ്മുടെ ബിസിനസ് ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഒന്നുകൂടി എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ലുക്കിംഗ് ഫോർവേഡ് തിങ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഞാൻ ഒരുപാട് സ്ട്രഗ്ലിങ്ങിൽ നിന്ന് ഇങ്ങനെ വന്ന് 2024 തൊട്ട് അങ്ങോട്ട് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളി മുന്നോട്ട് നോക്കുന്ന വർഷങ്ങളാട്ടോ ഇനി അങ്ങോട്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജേർണിയിൽ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. പക്ഷേ എൻ്റെ ഭയങ്കര ഒരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ചൊരു റീസൺ അത് കാരണം എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ബട്ട് അവരോട് ഞാൻ ഓപ്പണായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഇപ്പം നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങളുടെ A to Z കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് A to Z കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. ഐ ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്. ഞാൻ ആരോടും ഓപ്പണപ്പ് ആകുമായിരുന്നില്ല. എനിക്ക് പേടിയാണ്. ഏതെങ്കിലും ഒരു ടൈമിൽ അവർ നമ്മളെ പറയുന്നത് ബാക്ക് സ്റ്റാബ് ചെയ്യും. കാരണം ഒരു ബാക്ക് സ്റ്റാബും കാര്യങ്ങളും കിട്ടിയത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് എ ഗ്രേറ്റ് പാർട്ട്ണർ. അങ്ങനെ നമ്മുടെ എല്ലാം ഷെയർ ചെയ്യാൻ നമുക്ക് ഒരു പാർട്ട്ണർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസ്, അതൊക്കെയാണ് ഇപ്പം എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീസ് എ ഗ്രേറ്റ് പാർട്ട്ണർ. അപ്പം എൻ്റെ ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ മൊത്തത്തിൽ മാറ്റിമറിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞ് നമ്മളിങ്ങനെ തുടച്ച് നീക്കിയൊരു മനുഷ്യനാണ് എൻ്റെ പാർട്ട്ണർ. സോ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം. എൻ്റെ ലൈഫിൽ മുത്താണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ദ ബെസ്റ്റ് പാർട്ട്ണറാണ്. അപ്പോൾ അതെനിക്ക് പറയണം, എന്തോ മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. അതെനിക്ക് കിട്ടിയൊരു വലിയ അസറ്റാണ്. അപ്പോൾ ആ അസറ്റ് ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിത്ത് ഓൾ ഹിസ് സപ്പോർട്ട് ഐ വാണ്ട് ടു അച്ചീവ് മോർ ആൻഡ് മോർ ഇൻ ലൈഫ്. സോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇതുവരെ 2024-ൽ വ്ളോഗ്സോ ഷോർട്സോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ഗ്രേറ്റ് സ്റ്റാർട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് സ്റ്റാർട്ടായിട്ട് ഞാൻ കണ്ടുകൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾ എന്നെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കെന്തോ ഇങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം. അപ്പോൾ എനിക്കെന്തോ ഓപ്പണപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞതാണ് കുറേയധികം കാര്യങ്ങൾ. പിന്നോട്ടേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസാണ് കൂടുതലായിട്ട് എനിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു. 2023 ഓവറോൾ ഒരു കിടിലൻ ഇയർ ആയിരുന്നു. ഇനി അങ്ങോട്ടും എനിക്ക് കിടിലൻ ഇയറായിട്ട് നിങ്ങൾക്കും ഈ 2024 മാത്രമല്ല ഇനി അങ്ങോട്ട് വരുന്ന ഓൾ അപ്കമ്മിങ് ഇയേഴ്സ് നല്ല കിടിലൻ ഇയറാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ. സോറി, ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.